മൃതദേഹം മേളിലേക്ക് ഉയർത്തി അല്ലെങ്കിൽ മുകളിലേക്ക് കയറ്റി എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഇനി ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളാണ് പൂർത്തിയാക്കേണ്ടത്. ആ നടപടികളിലേക്ക് പോലീസ് കടക്കും എന്നുള്ളതാണ് കരുതുന്നത്. പക്ഷേ തെളിവെടുപ്പിന്റെ ഭാഗമായി കൂടുതൽ ഭാഗം പൊളിച്ച് അതിൻ്റെ അകത്ത് മറ്റെന്തെങ്കിലും തെളിവുകൾ, കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അത് ബോഡി വണ്ണം വെച്ചുകൊണ്ട് ബോഡി കയറാൻ പറ്റുന്നില്ല. അപ്പോൾ വീണ്ടും തുളയ്ക്കുക. ബോഡി പോലീസ് കണ്ടെത്തി. ബോഡി ഇതിനകത്ത് 5 മീറ്റർ താഴെയാണ്, 5 അടി താഴെയാണ് ബോഡി ഇരുന്നത്. അപ്പോൾ ബോഡി പോലീസിന്റെ ഫയർഫോഴ്സിന്റെ സഹായത്തോടെ ബോഡി എടുക്കാൻ വേണ്ടി സ്രാവ് വീണ്ടും പൊട്ടിച്ചുകൊണ്ടിരിക്കുക. പ്രതി പോലീസിന്റെ കസ്റ്റഡി ഉണ്ടെന്ന് അറിയാലോ. ബിജുവിന്റെ തന്നെയാണെന്ന് ബിജുവിന്റെ തന്നെ ബോഡിയാണ് സ്ഥിരീകരിച്ചു. ബന്ധപ്പെട്ട് അതായത് ബോഡി മുകളിലേക്ക് കയറ്റിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഇദ്ദേഹം ജനപ്രതിനിധി കൂടിയാണ്. അതായത് ഈ മൃതദേഹം ജീർണിച്ച് ചീർത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ആ മാൻഹോളിലൂടെ മൃതദേഹം പുറത്തേക്ക് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ മാൻഹോളിൻ്റെ വലിപ്പം കൂടുതൽ ആക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഇതിൻ്റെ അകത്തുണ്ട് അവർ പറഞ്ഞത്. പ്രജീഷ്, അതായത് ജീന, ഈ കൊലപാതകത്തിന് പിന്നിലെ ഈ സാമ്പത്തിക തർക്കം അതെന്തായാലും പോലീസ് സ്ഥിരീകരിച്ച് കഴിഞ്ഞു. ഇനി പ്രതികൾ കസ്റ്റഡിയിലാണുള്ളത്. മൃതദേഹം പുറത്തേക്ക് എടുത്ത ശേഷം കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കും. ജനപ്രതിനിധികൾ അടക്കം പറയുന്ന കാര്യങ്ങൾ, അവർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ എന്താണ് ഈ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് ജനപ്രതിനിധി. 4 പ്രതികളുണ്ട് കസ്റ്റഡിയിലുണ്ട്. ബന്ധുക്കളുണ്ടോന്ന് എനിക്കറിയില്ല. ഇവിടെ ഈ ജോമോന്റെ പശ്ചാത്തലം എന്താണ്? ജോമോൻ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു കാറ്ററിംഗ് സർവീസ് ഒക്കെ നടത്തുന്നതാണ്. എനിക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് വലിയ അടുപ്പില്ലെങ്കിലും അത്യാവശ്യം നല്ല കുടുംബത്തിൽപ്പെട്ട ആളാണെന്നാണ് എൻ്റെ ഇവിടുത്തെ ഡിവിഷനിലൊക്കെ ആയി ബന്ധപ്പെട്ട അത്യാവശ്യം കുടുംബത്തിൽ പറഞ്ഞ ആളാണ്. ദേവമാത എന്നാണ് കാറ്ററിംഗിന്റെ പേര്. ഇവർ തമ്മിൽ ഷെയർ ബിസിനസ്സോ അങ്ങനെ എങ്ങാണ്ട് ഒരു സാമ്പത്തിക ഇടപെടലെന്തോ വിഷയമാണെന്നാണ് പോലീസിന്റെ ഭാഗത്ത് അറിയാൻ സാധിച്ചു. ഇങ്ങനെ നാട്ടുകാരും പറയുന്നു, അല്ലാതെ കൂടുതൽ അറിയാൻ പാടില്ല. ജോമോൻ പിടിയിലുണ്ടോ? അകത്തുണ്ടോ? 4 പേരുണ്ടെന്നാണ് പറഞ്ഞത്. ഒരാൾ നിലവിൽ ജയിലിലുണ്ടെന്ന്, ഒരു കാപ്പ കേസിലും കണ്ട പ്രതിയാണെന്നാണ്. എന്തായാലും ജനപ്രതിനിധികൾ അടക്കമുള്ളവരുടെ പ്രതികരണമാണ് ഉണ്ടായത്. അതായത് മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് കയറ്റിയിട്ടില്ല. കയറ്റാൻ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ മൃതദേഹം ജീർണിച്ച് ചീർത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ആ മാൻഹോളിലൂടെ അത് പുറത്തേക്ക് കടക്കില്ല. അതുകൊണ്ട് തന്നെ മാൻഹോൾ വലുതാക്കുന്ന ജോലികളാണ് പ്രജീഷ് ഇപ്പോൾ. എന്തായാലും ശ്രമകരമായ ഒരു ദൗത്യത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളത്. കാരണം മാൻഹോളിൽ നിന്നും ഇപ്പോൾ ദിവസങ്ങൾ പഴക്കമുള്ള ബിജു ജോസഫിന്റെ മൃതദേഹം പുറത്തേക്ക് എടുക്കുക, ഇൻക്വസ്റ്റ് നടപടികൾക്ക് വേണ്ടി അത് മാറ്റുക, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു കൊലപാതക കേസിൽ ഇപ്പോൾ തെളിവുകൾ സഹിതം ആ മൃതദേഹം ലഭ്യമായിരിക്കുന്നു. പ്രതികൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. വളരെ നിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി